അടുത്താണ് അരിസ്റ്റോട്ടലിൻ്റെ പോയറ്റിക്സ്. അരിസ്റ്റോട്ടൽ എന്ന് പറയുന്നത് ഒരു ഏൻഷ്യൻ ഗ്രീക്ക് ഫിലോസഫർ, സയൻറ്റിസ്റ്റ് ഒക്കെ ആയിരുന്നു. വെസ്റ്റേൺ ഹിസ്റ്ററിയിൽ തന്നെ ഒരു ഗ്രേറ്റസ്റ്റ് ഇൻ്റലക്ച്വൽ ഫിഗേഴ്സിലൊരാളായിരുന്നു അരിസ്റ്റോട്ടൽ. പിന്നെ അതായത് മിഡീവൽ ഇസ്ലാമിക് ഫിലോസഫിയിലും അല്ലെങ്കിൽ ക്രിസ്ത്യൻ സ്കോളാസ്റ്റിസിസം ഈ ഒരു ഇതിൽ അതിൻ്റെ ഒക്കെ ഫ്രെയിം വർക്കായി മാറിയ ഒരു ഫിലോസഫിക്കൽ ആൻഡ് സയൻറ്റിഫിക് സിസ്റ്റത്തിൻ്റെ ഓതറാണ് നമ്മുടെ അരിസ്റ്റോട്ടൽ. ഇപ്പോൾ റിനൈസൻസ്, റിഫോർമേഷൻ, എൻലൈറ്റൻമെൻറ്റ് അതൊക്കെ വന്നാലും അരിസ്റ്റോട്ടലിയൻ കൺസെപ്റ്റ് എപ്പോഴും വെസ്റ്റേൺ തിങ്കിങ്ങിൽ അത്രയും ഇൻഫ്ലുവൻസ് അല്ലെങ്കിൽ അത്രയും എംബഡഡ് ആയിട്ട് ഇരിക്കുന്ന ഒരു കാര്യമാണ്. പിന്നെ പ്ലാറ്റോയുടെ ഡിസൈപ്പിളായിരുന്നു. ആളുടെ ഇൻ്റലക്ച്വൽ റേഞ്ച് എന്ന് പറയുന്നത് ഭയങ്കര വാസ്റ്റായിരുന്നു. എല്ലാ ആർട്സും സയൻസ് ടോപ്പിക്സ്, അതായത് ബയോളജി, ബോട്ടണി, കെമിസ്ട്രി, എത്തിക്സ്, ഹിസ്റ്ററി, ലോജിക്ക്, മെറ്റാഫിസിക്സ്, റെട്ടറിക്, ഫിലോസഫി ഓഫ് മൈൻഡ്, ഫിലോസഫി ഓഫ് സയൻസ്, ഫിസിക്സ്, പോയറ്റിക്സ്, സൈക്കോളജി, പൊളിറ്റിക്കൽ തിയറി, സുവോളജി, ഇങ്ങനെ ഏകദേശം എല്ലാ ഫീൽഡിലും ആൾക്ക് ഇൻ്റലക്റ്റ് ഉണ്ടായിരുന്നു. അത്രയും ഗ്രേറ്റ് ഫിലോസഫറാണ് നമ്മളെ അരിസ്റ്റോട്ടൽ. ഇനി പോയറ്റിക്സിനെ പറ്റി പറയാനാണെങ്കിൽ ഡ്രമാറ്റിക് തിയറീനെ പറ്റിയിട്ടുള്ള ഏർലിയസ്റ്റ് സർവൈവിങ് വർക്കാണ് പോയറ്റിക്സ്. ലിറ്റററി തിയറിയിൽ ഫോക്കസ് ചെയ്യുന്ന ആദ്യത്തെ എക്സ്റ്റൻറ്റ് ഫിലോസഫിക്കൽ ട്രീറ്റൈസ് അതും കൂടെയാണ് പോയറ്റിക്സ്. പിന്നെ ഇതിൽ മെയിനായിട്ട് പറയുന്നത് ഡ്രാമയുടെ ക്യാരക്ടറിസ്റ്റിക്സ്, അനാലിസിസ് ഓഫ് ട്രാജഡി ഒക്കെയാണ്. 26 ചാപ്റ്റേഴ്സായിട്ടാണ് ഈ പോയറ്റിക്സ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ അതിൽ ചാപ്റ്റർ 1 പറയുന്നത് ഇമിറ്റേഷനെ പറ്റിയിട്ട്, അതായത് പോയട്രിയിലെ ആർട്സ് ഓഫ് പോയട്രിയുടെ ഒരു കോമൺ പ്രിൻസിപ്പിളാണല്ലോ ഇമിറ്റേഷൻ എന്ന് പറയുന്നത്. അതാണ് ചാപ്റ്റർ 1 പറയുന്നത്. പിന്നെ അതായത് പോയട്രി, അതിൻ്റെ പല ടൈപ്പ്, ഒരു ഗുഡ് പോയം എഴുതാനുള്ള പ്ലോട്ട്, പോയം കമ്പോസ് ചെയ്യുന്നതിൻ്റെ എത്ര പാർട്സ് ഉണ്ട്, അതിനെ പറ്റിയൊക്കെയാണ് പറയണത്. പിന്നെ പറയുന്നത് എപ്പിക് പോയട്രി, ട്രാജഡി, കോമഡി, ഡിത്രാമ്പിക് പോയട്രി, മ്യൂസിക് ഓഫ് ഫ്ലൂട്ട് അല്ലെങ്കിൽ മ്യൂസിക് ഓഫ് ലയർ, LYRE, ഇതൊക്കെ ഇമിറ്റേറ്റീവാണ്. എല്ലാ ടൈപ്പും ഇമിറ്റേറ്റീവാണ്. അത് എത്രത്തോളം ഇമിറ്റേറ്റ് ചെയ്യുന്നു എന്നുള്ളതിലാണ് അവർ ഡിഫറെൻ്റ് ആവുന്നത്. അതായത് 3 റെസ്പെക്റ്റിലാണ് അവർ ഡിഫറെൻ്റ് ആവുന്നത്: മീഡിയം, ദ മാനർ ഓഫ് ഇമിറ്റേഷൻ, ദ ഒബ്ജക്റ്റ് ഓഫ് ഇമിറ്റേഷൻ. ഈ 3 ടൈപ്പിലെ ഡിഫറൻസ് ഉള്ളൂ. ഒക്കെ ഇമിറ്റേറ്റീവ് തന്നെയാണ്. ഈ ടൈപ്പ് ഓഫ് പോയട്രിയിലൊക്കെയും ഇമിറ്റേഷൻ പ്രൊഡ്യൂസ് ചെയ്യണത് ഒന്നുമില്ലെങ്കിൽ റിതം അല്ലെങ്കിൽ ലാംഗ്വേജ് അല്ലെങ്കിൽ ഹാർമണി ഉപയോഗിച്ചിട്ട്, അത് ഒന്നില്ലെങ്കിൽ ഒറ്റക്ക് അല്ലെങ്കിൽ ഇതൊക്കെ കമ്പൈൻ ചെയ്തിട്ടൊക്കെയാണ് ഇമിറ്റേഷൻ പ്രൊഡ്യൂസ് ചെയ്യണത് ഈ ടൈപ്സ് ഓഫ് പോയത്തിൽ. പിന്നെ പറയുന്നത് പ്രോസിൽ എഴുതിയാലും വേഴ്സിൽ എഴുതിയാലും പോയട്രി ഇമിറ്റേഷനാണ്. പിന്നെ ഇപ്പോൾ ഒരാൾ വെറുതെ വേഴ്സിൽ അല്ലെങ്കിൽ മീറ്റേഴ്സ് യൂസ് ചെയ്ത് എന്തെങ്കിലുമൊക്കെ എഴുതണമെന്ന് വിചാരിച്ചിട്ട് ആളെ പോയറ്റ് എന്ന് വിളിക്കാൻ പറ്റില്ല. അത് ഇമിറ്റേറ്റീവ് ആയിരിക്കണം, എന്നാലേ പോയറ്റ് എന്ന് വിളിക്കാൻ പറ്റുള്ളൂ. എക്സാമ്പിളായിട്ട് അരിസ്റ്റോട്ടൽ പറയുന്ന എംപഡോക്കിൾസ് എന്ന് പറഞ്ഞ പോയറ്റ് എന്ന ആളെ നമുക്ക് വിളിക്കാൻ പറ്റില്ല. കാരണം ഇമിറ്റേറ്റീവ് ആയിട്ടല്ല എഴുതിയിട്ടുള്ളത്. മീറ്ററിലും ഇതിലൊക്കെയാണ് എഴുതിയിട്ടുള്ളത്, പക്ഷേ ഇമിറ്റേറ്റീവ് അല്ല. അതാണ് ചാപ്റ്റർ 1. പിന്നെ ചാപ്റ്റർ 2 പറയുന്നത് ദ ഒബ്ജക്റ്റ് ഓഫ് ഇമിറ്റേഷൻ. ആദ്യത്തിൽ മീഡിയം പറഞ്ഞു, പിന്നെ ഇതിൽ പറയുന്നത് ഒബ്ജക്ട്സ് ഓഫ് ഇമിറ്റേഷൻ. ഒബ്ജക്റ്റ് ഓഫ് ഇമിറ്റേഷൻ എന്ന് പറയുന്നത് മെൻ ഇൻ ആക്ഷൻ. അതായത് നമ്മൾ റിയൽ ലൈഫിൽ മെൻ എങ്ങനെയാണോ അതിനേക്കാളും നന്നായിട്ട് റെപ്രസെൻ്റ് ചെയ്യും, അല്ലെങ്കിൽ അതിനേക്കാളും വേഴ്സായിട്ട് റെപ്രസെൻ്റ് ചെയ്യും, അല്ലെങ്കിൽ അതെങ്ങനെ തന്നെയാണോ ആ റിയലായിട്ട് റെപ്രസെൻ്റ് ചെയ്യും. ഈ 3 ടൈപ്പിലാണ് നമ്മൾ ഇമിറ്റേറ്റ് ചെയ്യണത്. പിന്നെ ചിലതിൽ ഈ 3 ടൈപ്പും ഒരുമിച്ച് റെപ്രസെൻ്റ് ചെയ്യാറുണ്ട്. ഇപ്പോൾ ട്രാജഡിയിൽ മെൻ റിയലായിട്ട് എങ്ങനെയാണോ അതിനേക്കാളും കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടാണ് റെപ്രസെൻ്റ് ചെയ്യുക. കോമഡിയിൽ കുറച്ചും കൂടെ വേഴ്സായിട്ടാണ് റെപ്രസെൻ്റ് ചെയ്യുക. അതാണ് ചാപ്റ്റർ 2. പിന്നെ ചാപ്റ്റർ 3 പറയുന്നത് ദ മാനർ ഓഫ് ഇമിറ്റേഷൻ. അതെന്ന് പറഞ്ഞാൽ പല മാനേഴ്സിൽ വേണമെങ്കിൽ നറേഷൻ ആക്കാം, അല്ലെങ്കിൽ നറേഷൻ എന്ന് പറഞ്ഞാൽ വേറെ പേഴ്സണാലിറ്റിയിൽ നിന്ന് നമ്മളത് പറയണം, അല്ലെങ്കിൽ സ്വന്തം കാര്യം പറയണ പോലെ സ്പീക്ക് ഓൺ ഹിസ് ഓൺ, അല്ലെങ്കിൽ അത് ജസ്റ്റ് എല്ലാം നമ്മുടെ മുന്നിൽ വെറുതെ പ്രസൻറ്റ് ചെയ്ത് ഇങ്ങനെ തരികയാണ്. അങ്ങനെ എങ്ങനെ വേണേലും ഇമിറ്റേറ്റ് ചെയ്യാം. പിന്നത്തെ ചാപ്റ്റർ 4 ആണ് ദ ഒറിജിൻ ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് പോയട്രി.
പോയട്രി വന്നിട്ടുള്ളത് 2 കാരണങ്ങൾ കൊണ്ടാണ്. ഒന്ന്, നമ്മൾക്ക് ഇമിറ്റേറ്റ് ചെയ്യാനുള്ള നമ്മളുടെ ഒരു ഇൻസ്റ്റിങ്ക്റ്റ്, മാൻസ് ഇൻസ്റ്റിങ്ക്റ്റ് ഓഫ് ഇമിറ്റേഷൻ. അത് നമ്മൾ ചൈൽഡ്ഹുഡ് മുതലേ തന്നെ നമ്മൾ എല്ലാ കാര്യങ്ങളും ഇമിറ്റേറ്റ് ചെയ്യാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. പിന്നത്തെ കോഴ്സ് എന്ന് പറയുന്നത് ഇൻസ്റ്റിങ്ക്റ്റ് ഫോർ ഹാർമണി ആൻഡ് റിതം. ആ ഒരു ഹാർമണിക്ക് റിതത്തിന് വേണ്ടിയുള്ള ഇതും ഇൻസ്റ്റിങ്ക്റ്റ് ഓഫ് ഇമിറ്റേഷനും കൂടെ ചേർന്നിട്ടാണ് പോയട്രി ഉണ്ടായത്. പിന്നെ പറയുന്നത് പോയട്രി 2 സെക്ഷൻസായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. റൈറ്റേഴ്സിൻ്റെ ക്യാരക്ടർ അനുസരിച്ചിട്ട് ഗ്രേവർ സ്പിരിറ്റ്സ് അല്ലെങ്കിൽ അത്രയും നല്ല റൈറ്റേഴ്സ് നല്ല ആൾക്കാരുടെ ആക്ഷൻസ് ഇമിറ്റേറ്റ് ചെയ്തിട്ട് ഹിംസ് ടു ഗോഡ്, അതുപോലെ പ്രൈസസ് ഓഫ് ഫേമസ് മെൻ, ഇതൊക്കെ എഴുതി. മൈനർ ആയിട്ടുള്ള ആൾക്കാർ മീനർ ആൾക്കാരുടെ ആക്ഷൻസ് ഇമിറ്റേറ്റ് ചെയ്തിട്ട് സെറ്റയർ പ്രൊഡ്യൂസ് ചെയ്തു. അപ്പോൾ ഈ ഫസ്റ്റ് ഗ്രൂപ്പ്, അതായത് ഹിംസ് ടു ഗോഡും പ്രൈസസ് ഓഫ് ഫേമസ് മെൻ ഒക്കെ എഴുതുന്ന ആൾക്കാർ ട്രാജഡിയും ഉണ്ടാക്കി, അതുപോലെ മറ്റേ ടൈപ്പ് കോമഡിയും ഉണ്ടാക്കി. അങ്ങനെയാണ് ഇത് തുടങ്ങിയത്. പിന്നീട് ഇതിന് പല ചേഞ്ചസും കാലങ്ങളായിട്ട് വന്നു. പിന്നെ ചാപ്റ്റർ 5 പറയുന്നത് ഡെഫിനിഷൻ ഓഫ് ദ ലുഡിക്രസ് ആൻഡ് എ ബ്രീഫ് സ്കെച്ച് ഓഫ് ദ റൈസ് ഓഫ് കോമഡി. കോമഡി എന്ന് പറയുന്നത് ഒരു ചീത്ത കാര്യങ്ങളുടെ ഇമിറ്റേഷൻ അല്ല. കോമഡി എന്ന് പറയുന്നത് മൊത്തത്തിൽ അങ്ങനെ പൊട്ട കാര്യങ്ങൾ ഇമിറ്റേറ്റ് ചെയ്യണമൊക്കെ കോമഡിയാണ്, അങ്ങനെയല്ല. ഒരു ഒരു അഗ്ലിനെസ്സിൻ്റെ ഒരു സബ് ഡിവിഷൻ, അല്ലെങ്കിൽ ലുഡിക്രസ് ആയിട്ടുള്ളൊരു സംഭവം. അതായത് ഇപ്പോൾ പെയിൻഫുൾ അല്ലെങ്കിൽ നമുക്ക് ഹാം ചെയ്യുന്ന കാര്യങ്ങളൊന്നുമല്ല, പക്ഷെ അവർക്കൊരു ചെറിയ ഡിഫക്റ്റ് ഉണ്ടാവും. അതിനെയാണ് ഈ ഇമിറ്റേഷൻ ഓഫ് ഇതെന്ന് ഉദ്ദേശിക്കുന്നത്, മീനർ മെൻ ഉദ്ദേശിക്കുന്നത്. അവർ ആർക്കും ഹാംഫുൾ അല്ലെങ്കിൽ ഡിസ്ട്രക്റ്റീവ് ഒന്നും ആയിരിക്കില്ല, പക്ഷെ അവർക്കൊരു ഡിഫക്റ്റ് ഉണ്ടാവും. പിന്നെ കോമഡിക്ക് പ്രത്യേകിച്ച് ഹിസ്റ്ററി ഇല്ല, കാരണം അത് സീരിയസ് ആയിട്ട് ആരും ആദ്യം എടുത്തിരുന്നില്ല. പിന്നെ ആർച്ചൻ എന്ന് പറഞ്ഞ ആളാണ് കോമിക് കോറസ് കൊണ്ടുവരുന്നത്. പിന്നെ അതിൽ പ്രൊലോഗ്, മാസ്ക്, നമ്പർ ഓഫ് ആക്ടേഴ്സ്, അങ്ങനെ എല്ലാം കൊണ്ടുവരുന്നത് പിന്നീടാണ്. ഇതിൻ്റെ പ്ലോട്ട് മെയിനായിട്ട് ഫസ്റ്റ് വന്നത് സിസിലി എന്നാണ്. പിന്നീട് ക്രെയ്റ്റ്സ് എന്ന് പറഞ്ഞ ആളാണ് ഇത് ആദ്യം ഇതിൻ്റെ പ്ലോട്ട്സും തീംസൊക്കെ കൊണ്ടുവരുന്നത്. പിന്നെ എപ്പിക് പോയട്രിയുടെയും ട്രാജഡിയുടെയും ഡിഫറൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എപ്പിക് പോയട്രി ഒരു കൈൻഡ് ഓഫ് മീറ്ററിൽ ആണ് എഴുതിയിട്ടുണ്ടാവുക, നെറേറ്റീവ് ആയിരിക്കും. മറ്റേത് അങ്ങനെയല്ല. പിന്നെ ലെങ്ത്തിലും വ്യത്യാസമുണ്ട്. എപ്പിക് പോയട്രിക്ക് അങ്ങനെ ലിമിറ്റ്സ് ഓഫ് ടൈം ഒന്നുമില്ല, എത്ര ലെങ്ത്ത് വേണമെങ്കിലും ആവാം. പിന്നെ എപ്പിക് പോയത്തിൻ്റെ എല്ലാ എലമെൻറ്റ്സും ട്രാജഡിയിലുണ്ടാവും, പക്ഷേ ട്രാജഡിയുടെ എല്ലാ എലമെൻറ്റ്സും എപ്പിക് പോയത്തിൽ ഉണ്ടാവില്ല. പിന്നെ ചാപ്റ്റർ 6 പറയുന്നത് ഡെഫിനിഷൻ ഓഫ് ട്രാജഡി. അത് അങ്ങനെ തന്നെ ഫുള്ളായിട്ട് എഴുതണം എന്നാണ് പറയുന്നത്. ട്രാജഡി is defined as an imitation of an action that is serious, complete and of a certain magnitude in language embellished with each kind of artistic ornament, the several kinds being found in separate parts of the play in the form of action, not of narrative, through pity and fear, affecting the proper purgation of these emotions. ഇതാണ് ട്രാജഡിയുടെ ഡെഫിനേഷൻ. അതങ്ങനെ തന്നെ എഴുതണം. ഇതിൽ പറയണ ഈ ട്രാജഡി എന്ന് പറയുന്നത് ഒരു സീരിയസ് അല്ലെങ്കിൽ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു സർട്ടൺ മാഗ്നിറ്റ്യൂഡുള്ള ഒരു ആക്ഷൻ്റെ ഇമിറ്റേഷനാണ്. അതിൽ ആർട്ടിസ്റ്റിക് ഓർണമെൻറ്റ് അല്ലെങ്കിൽ അങ്ങനെ ഫിഗേഴ്സ് ഓഫ് സ്പീച്ച്, സിമ്പിൾസ് ഒക്കെ യൂസ് ചെയ്തിട്ടുള്ള ലാംഗ്വേജിലാണ് അത് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യണത്. ഒരു പ്ലേൻ്റെ സെപ്പറേറ്റ് പാർട്സിൽ, അതായത് പ്ലേ ഡിവൈഡ് ചെയ്തേക്കുന്ന പല പല ആക്ട് സീൻസ് ഒക്കെ ആയിട്ട് അങ്ങനെ നമ്മളത് റെപ്രസെൻ്റ് ചെയ്യുന്നു. നെറേറ്റീവായിട്ടുള്ള ആക്ഷനായിട്ടാണ് ചെയ്യുന്നത്. പിന്നെ അത് നമുക്ക് എന്താണ് ഉണ്ടാക്കുന്നത്, പിറ്റി ആൻഡ് ഫിയർ നമ്മളുടെ ഉള്ളിൽ നിന്ന് പർഗേറ്റ് ചെയ്യും. അതാണ് ട്രാജഡി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൽ ലാംഗ്വേജ് എംബലിഷൻ എന്ന് പറയുന്നത് ഈ റിതം, ഹാർമണി, ഈ സോങ് കാര്യങ്ങളൊക്കെ വരുന്ന ആ ഒരു എന്തിൽക്കാണോ അത് വരുന്നത് ആ ഒരു ലാംഗ്വേജ്, അതാണ് ലാംഗ്വേജ്. പിന്നെ സെവറൽ കൈൻഡ്സ് ഇൻ സെപ്പറേറ്റ് വേർഡ്സ് എന്ന് പറഞ്ഞാൽ പ്ലേയിൽ ഇപ്പോൾ വേഴ്സ് ആയിട്ടുണ്ടാവും അല്ലെങ്കിൽ സോങ്സ് ആയിട്ടുണ്ടാവും, അങ്ങനെ പലതായിട്ട് നമുക്കത് കാണിക്കാൻ പറ്റും. പിന്നെ പറയുന്നത് പിന്നെ ഡിക്ഷൻ എന്താണെന്ന്, ഡിക്ഷൻ എന്ന് വെച്ചാൽ മെട്രിക്കൽ അറേഞ്ച്മെൻറ്റ് ഓഫ് ദ വേർഡ്സ് ആണ്. പ്ലോട്ട് എന്ന് പറഞ്ഞാൽ അറേഞ്ച്മെൻറ്റ്സ് ഓഫ് ഇൻസിഡൻസ് ആണ്. ക്യാരക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ആൾക്കാർക്കും സെർട്ടൺ ക്വാളിറ്റീസ് വെച്ചിട്ട് നമ്മൾ അവരെ ഈ പ്ലേയിൽ ചേർത്തതാണ് ക്യാരക്ടർ. പിന്നെ എല്ലാ ട്രാജഡിക്കും 6 പാർട്ട് ഉണ്ടാവും. അത് പ്ലോട്ട്, ക്യാരക്ടർ, ഡിക്ഷൻ, തോട്ട്, സ്പെക്ടക്കിൾ, സോങ്. ഇതിൽ തോട്ട് എന്ന് പറഞ്ഞാൽ എന്ത് ഐഡിയ ആണോ നമ്മുടെ റൈറ്ററിനുള്ളിലുള്ളത് അത് ആക്ഷൻസ് അതിൻ്റെ റിസൾട്ടാണ്. തോട്ടിൻ്റെ റിസൾട്ടായിട്ടാണ് ആക്ഷൻസ് വരുന്നത്, അല്ലെങ്കിൽ ആക്ഷൻസ് ആർ ദ എക്സ്പ്രഷൻ ഓഫ് തോട്ട്സ്. പിന്നെ
പിന്നെ മോസ്റ്റ് പവർഫുൾ എലമെൻറ്റ് ഓഫ് ഇമോഷണൽ ഇൻട്രസ്റ്റ് ഇൻ ട്രാജഡി, അതായത് പെരിപ്പേഷ്യ അല്ലെങ്കിൽ റിവേഴ്സൽ ഓഫ് ദ സിറ്റുവേഷൻ, അതും പിന്നെ റെക്കഗ്നിഷൻ. അതായത് ട്രാജഡി ഉണ്ടാവണം എങ്ങനെയാണ്, നല്ല രീതിക്ക് പോയിക്കൊണ്ടിരിക്കുന്ന കഥയിലൊരു ട്വിസ്റ്റ് വരുമ്പോഴാണ് ഈ ട്രാജഡി ഉണ്ടാകുന്നത്. അപ്പോൾ ആ ഒരു റിവേഴ്സൽ ഓഫ് ദ സിറ്റുവേഷനും പിന്നെ അത് മനസ്സിലാക്കുന്ന ഒരു സന്ദർഭം റെക്കഗ്നിഷനും, അതാണ് മോസ്റ്റ് പവർഫുൾ എലമെൻറ്റ്സ് എന്ന് പറയുന്നത്. പിന്നെ പ്ലോട്ട് ഇസ് ദ സോൾ ഓഫ് എ ട്രാജഡി, കാരണം അതിനകത്താണ് ക്യാരക്ടർ, ആക്ഷൻ, തോട്ട്, പെരിപ്പേഷ്യ, റെക്കഗ്നിഷൻ എല്ലാം പ്ലോട്ടിനുള്ളിലാണ് വരുന്നത്. പ്ലോട്ടാണ് ആദ്യത്തത്, പിന്നെ ക്യാരക്ടർ സെക്കൻഡ്, തോട്ട് തേർഡ്, ഡിക്ഷൻ ഫോർത്ത്, സോങ് ഫിഫ്ത്ത്, സ്പെക്ടക്കിൾ ലാസ്റ്റ്. പിന്നെ ചാപ്റ്റർ 7 പറയുന്നത് പ്ലോട്ട് മസ്റ്റ് ബി എ ഹോൾ, അതായത് പ്ലോട്ടിന് ഒരു ബിഗിനിങ് ഉണ്ടായിരിക്കണം, മിഡിൽ ഉണ്ടായിരിക്കണം, ഒരു എൻഡും ഉണ്ടായിരിക്കണം, സെർട്ടൺ ലെങ്ത് ആയിരിക്കണം, ഭയങ്കര വലുതാവാനും പാടില്ല, ഭയങ്കര ചെറുതാവാനും പാടില്ല, അതായത് നമ്മളുടെ മെമ്മറിയിൽ നിൽക്കുന്ന തരത്തിലുള്ള ഒരു ലെങ്ത് ആയിരിക്കണം. ഇപ്പോൾ സിനിമ കാണുന്ന പോലെ തന്നെ കുറേ സിനിമയിൽ 5 മണിക്കൂറുള്ള സിനിമ ആണെങ്കിൽ നമുക്കത് പ്രത്യേകിച്ച് ഒരു എഫക്റ്റ് ഉണ്ടാവില്ലല്ലോ. അപ്പോൾ എന്നാൽ ഒരു 15 മിനിറ്റിൽ ഒരു വലിയ കഥ കാണിക്കാനും പറ്റില്ല. അപ്പോൾ കറക്റ്റ് ലെങ്ത് ആയിരിക്കണം. ഇതൊക്കെ പണ്ട് എഴുതി വെച്ചാണ്, ഇന്ന് നമുക്കതറിയാം. പിന്നെ ഇവൻസിൻ്റെ സീക്വൻസ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാഡ് ഫോർച്യൂണിൽ നിന്ന് ഗുഡ് ഫോർച്യൂണിലേക്ക് പോകും, അല്ലെങ്കിൽ ഗുഡ് ഫോർച്യൂണിൽ നിന്ന് ബാഡിലേക്ക് പോകും. അങ്ങനെയാണ് പ്ലോട്ട് അറേഞ്ച് ചെയ്യേണ്ടത്. പിന്നെ ചാപ്റ്റർ 8 പറയുന്നത് ദ പ്ലോട്ട് മസ്റ്റ് ബി എ യൂണിറ്റി, അതായത് അതായത് എല്ലാ ഇൻസിഡൻസും ആ ഒരു യൂണിറ്റിയിൽ തന്നെ പോകണം. അതായത് ഇപ്പോൾ പ്രത്യേകിച്ച് അവരെ പ്രസൻസോ ആബ്സെൻസോ പ്രത്യേകിച്ച് മാറ്റമൊന്നും ഉണ്ടാക്കാത്ത പാർട്സൊക്കെ നമുക്ക് എടുത്തു കളയാൻ പറ്റും. ആ ഒരു എങ്ങനെയാണ്, അതായത് ആവശ്യമില്ലാത്തൊക്കെ എടുത്ത് കളഞ്ഞിട്ട് പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്സ് മാത്രം, എല്ലാ പാർട്ടും ഇമ്പോർട്ടൻ്റ് ആയിരിക്കണം, അതൊക്കെ ജോയിൻ ചെയ്തിട്ടാണ് പ്ലോട്ട് ഉണ്ടാക്കേണ്ടത്. ഇതിൽ നിന്ന് ഏതെങ്കിലും പാർട്ട് റിമൂവ് ചെയ്താൽ മൊത്തം പ്ലോട്ട് ഡിസ്റ്റർബ്ഡ് ആവും. അതുപോലെ ആയിരിക്കണം അറേഞ്ച് ചെയ്യേണ്ടത്. ആവശ്യമില്ലാത്തൊന്നും പാടില്ല എന്നാണ് ഉദ്ദേശിച്ചത്. അതാണ് പ്ലോട്ട് മസ്റ്റ് ബി എ യൂണിറ്റി എന്ന് പറയുന്നത്. ചാപ്റ്റർ 9 പറയുന്നത് ഡ്രമാറ്റിക് യൂണിറ്റിനെ പറ്റിയിട്ട്, അതായത് പോയറ്റിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത് കഴിഞ്ഞു പോയ കാര്യങ്ങൾ റിലേറ്റ് ചെയ്യുന്നതല്ല, എന്താണ് നടക്കാൻ സാധ്യതയുള്ളത് അത് റിലേറ്റ് ചെയ്യുന്നതാണ് പോയറ്റ്. മറ്റേതെന്ന് പറഞ്ഞാൽ കഴിഞ്ഞു പോയ കാര്യങ്ങൾ പറയുന്നത് ഹിസ്റ്റോറിയനാണ്, പക്ഷെ പോയറ്റ് വരാൻ പോകുന്ന കാര്യങ്ങളാണ് പറയുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹിസ്റ്ററിനേക്കാളും ഹയറാണ് പോയട്രി. കുറച്ചും കൂടെ യൂണിവേഴ്സലായിട്ടുള്ള കാര്യങ്ങളാണ് എക്സ്പ്രസ് ചെയ്യുന്നത്. പിന്നെ പറയണത് എല്ലാ പ്ലോട്ട്സിലും ആക്ഷൻസിലും വെച്ചിട്ട് എപ്പിസോഡിക് പ്ലോട്ട്സ് ആണ് വേഴ്സ്റ്റ് എന്നാണ് അരിസ്റ്റോട്ടിൽ പറയുന്നത്. പിന്നെ പറഞ്ഞ ട്രാജഡി ഫിയറും പിറ്റിയും ക്രിയേറ്റ് ചെയ്യണം, അതില്ലെങ്കിൽ അത് ട്രാജഡി ആവില്ല. പിന്നെ പറഞ്ഞാൽ നാച്ചുറലായിട്ട് ഇവൻറ്റ്സ് സംഭവിക്കണം, അതായത് പെട്ടെന്ന് ബൈ ആക്സിഡൻ്റലി സംഭവിക്കണമെങ്കിലാണ് ആ ട്രാജിക് വണ്ടർ ഭയങ്കര അടിപൊളിയായിരിക്കുള്ളൂ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് കൺസ്ട്രക്ട് ചെയ്യുന്ന പ്ലോട്ട്സ് ആണ് ബെസ്റ്റ്. പിന്നെ ചാപ്റ്റർ 10 ഡെഫിനിഷൻസ് ഓഫ് സിമ്പിൾ ആൻഡ് കോംപ്ലക്സ് പ്ലോട്ട്സ് ആണ് പറയുന്നത്. പ്ലോട്ട്സ് 2 ടൈപ്സ് ഉണ്ട്, സിമ്പിളും കോംപ്ലക്സും. നമ്മുടെ റിയൽ ലൈഫ് പോലെ തന്നെ സിമ്പിൾ പ്ലോട്ട്സിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് റിവേഴ്സൽ ഓഫ് സിറ്റുവേഷനും റെക്കഗ്നിഷനും ഒന്നും ഉണ്ടാവില്ല. കോംപ്ലക്സ് പ്ലോട്ടിൽ അത് രണ്ടും ഉണ്ടാവും. പിന്നെ ചാപ്റ്റർ 11 പറയുന്നത് റിവേഴ്സൽ ഓഫ് സിറ്റുവേഷനെ പറ്റിയിട്ടും റെക്കഗ്നിഷനെ പറ്റിയിട്ടും ആ ഒരു ട്രാജിക് ഇൻസിഡൻറ്റിനെ പറ്റിയൊക്കെയാണ് പറയുന്നത്. റിവേഴ്സൽ ഓഫ് സിറ്റുവേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നടന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു ആക്ഷൻ്റെ സീക്വൻസിൽ നിന്ന് ഓപ്പോസിറ്റിലേക്ക്, അല്ലെങ്കിൽ ഒരു മൊത്തം പ്ലോട്ട് ട്വിസ്റ്റ് എന്നൊക്കെ നമ്മൾ പറയുന്ന പോലത്തെ സംഭവം, അതാണ് റിവേഴ്സൽ ഓഫ് ദ സിറ്റുവേഷൻ. റെക്കഗ്നിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ ക്യാരക്ടേഴ്സ് തിരിച്ചറിയാണ്. ഇപ്പോൾ സിനിമ കഥയിലൊക്കെ കാണിക്കുന്ന പോലെ തിരിച്ചറിയുന്ന സമയത്ത് 2 ക്യാരക്ടേഴ്സ് തമ്മിൽ ഒന്നുമില്ലെങ്കിൽ സ്നേഹം വരും, അല്ലെങ്കിൽ ഹെയ്റ്റ് വരും. അതായത് അറിയാത്തതിൽ നിന്ന് അവർ എന്തോ കാര്യം മനസ്സിലാക്കുകയാണ്, അതാണ് റെക്കഗ്നിഷൻ. പിന്നെ ഈ റിവേഴ്സൽ ഓഫ് ദ സിറ്റുവേഷൻ്റെ കൂടെ തന്നെ റെക്കഗ്നിഷനും വരുമ്പോഴാണ് രസം ഉണ്ടാവുള്ളൂ. പിന്നെ ചാപ്റ്റർ 12 പറയുന്നത് ദ ക്വാണ്ടിറ്റേറ്റീവ് പാർട്സ് ഓഫ് ട്രാജഡി, അതായത് ക്വാണ്ടിറ്റേറ്റീവ് പാർട്സ് എന്ന് പറഞ്ഞാൽ പ്രൊലോഗ്, എക്സോഡ്, കോറിക് സോങ്ങിലുള്ളതാണ് പെരോഡും സ്റ്റാസിമോൻ. ഇതിൽ പ്രൊലോഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് കോറസൊക്കെ വരുന്നതിന് മുന്നേ പറയുന്ന ഒരു പാർട്ടാണ് പ്രൊലോഗ്, ഒരു ഇൻട്രൊഡക്ഷൻ പോലെ. പിന്നെ എപ്പിസോഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കോറിക് സോങ്സിൻ്റെ ഇടയിലുള്ള ഈ ഇവൻറ്റ്സ്. എക്സോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം കഴിഞ്ഞിട്ട് ഇതിന് ശേഷം പിന്നെ കോറിക് സോങ് ഉണ്ടാവില്ല. അതായത് പ്രൊലോഗ് വരും, പിന്നെ കോറസ് വരും, അതിൻ്റെ ഇടയിൽ എപ്പിസോഡ്സ് ഉണ്ടാവും, പിന്നെയും കോറസ് വരും, പിന്നെ എപ്പിസോഡ്സ്, പിന്നെയും കോറസ്. അത് കഴിഞ്ഞ്
എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ കോറസ് ഉണ്ടാവില്ല. ഈ കോറിക് സോങ്ങിൽ വരുന്നതാണ് പെറോഡ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് അട്ടറൻസ് ഓഫ് ദ കോറസ്. സ്റ്റാസിമോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോറിക് ഓഡ് വിത്തൗട്ട് അനാപ്പേസ് ഓർ ട്രോക്കായിക് ടെട്രാമീറ്റേഴ്സ്, എന്തോ മീറ്ററിൻ്റെ സംഭവമാണ്, അതൊന്നും ഇല്ലാത്ത കോറിക് ഓഡാണ് സ്റ്റാസിമോൻ. പിന്നെ കോമോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോറസും ആക്ടേഴ്സും ഒരുമിച്ച് ജോയിൻറ്റ് ലെമൻറ്റേഷൻ, അതാണ് കോമോസ്. പിന്നെ ചാപ്റ്റർ 13 പറയുന്നത് ട്രാജിക് ആക്ഷൻ, വാട്ട് കോൺസ്റ്റിറ്റ്യൂട്ട്സ് ട്രാജിക് ആക്ഷൻ അതാണ് പറയണത്. പെർഫെക്റ്റ് ട്രാജഡി എന്ന് പറയുന്നത് കോംപ്ലക്സ് പ്ലോട്ട് ഉള്ളതായിരിക്കും, അല്ലെങ്കിൽ കോംപ്ലക്സ് പ്ലാൻ ഉള്ളതായിരിക്കും. പിറ്റി ആൻഡ് ഫിയർ പ്രൊഡ്യൂസ് ചെയ്യുന്നതായിരിക്കണം. പിന്നെ ചേഞ്ച് ഓഫ് ഫോർച്യൂൺ എന്ന് പറയുന്നത് വളരെ നല്ലൊരു മനുഷ്യനും അങ്ങനെ തന്നെ അഡ്വേഴ്സിറ്റിയിലേക്ക് പോണതാവാൻ പാടില്ല. ഒരു പൊട്ട മനുഷ്യൻ അഡ്വേഴ്സിറ്റിയിൽ നിന്ന് നേരെ പ്രോസ്പെരിറ്റിയിലേക്ക് പോണതാവാനും പാടില്ല. അല്ലെങ്കിൽ വില്ലൻ അങ്ങനെ തന്നെ നശിച്ചു പോകുന്നത്, അങ്ങനത്തെ അല്ല ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ ഈ രണ്ട് എക്സ്ട്രീമിൻ്റെ ഇടയിൽ നിൽക്കണം. അതായത് ഒരു മാൻ ഒരു അത്ര നല്ല മനുഷ്യനല്ല, ഒരു നല്ല മനുഷ്യൻ, ആളുടെ മിസ്ഫോർച്യൂൺ വരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾ ഭയങ്കരമായ തെറ്റൊന്നും ചെയ്തിട്ടല്ല, പക്ഷെ എന്തോ ഒരു എറർ അല്ലെങ്കിൽ ഒരു ഫ്രെയിലിറ്റി അതുകൊണ്ട് സംഭവിക്കുന്ന പ്രശ്നങ്ങളായിരിക്കണം കാണിക്കേണ്ടത്. അതായത് ഹൈലി പ്രോസ്പെറസ് ആയിട്ട് അല്ലെങ്കിൽ റിനൗണ്ട് ആയിട്ടുള്ളൊരു മനുഷ്യനായിരിക്കും, പക്ഷെ ആൾ പ്രത്യേകിച്ച് വേറെ തെറ്റൊന്നും ചെയ്യാൻ പാടില്ല, ജസ്റ്റ് ഒരു ചെറിയ എറർ. പിന്നെ ഒരു ഗുഡ് പ്ലോട്ട് എന്ന് പറയുന്നത് അതിൻ്റെ ഡിസ്കസ് ചെയ്യുന്ന പ്രോബ്ലം ഒരു സിംഗിൾ പ്രോബ്ലം ആയിരിക്കും. പിന്നെ ചേഞ്ച് ഓഫ് ഫോർച്യൂൺ എന്ന് പറയുന്നത് ബാഡ് ടു ഗുഡ് അല്ല, ഗുഡ് ടു ബാഡ് എന്നാണ് പോകേണ്ടത്. പക്ഷേ പെർഫെക്റ്റ് ട്രാജഡീനെ പറ്റിയാണ് പറയുന്നത്. പിന്നെ ഈ ഡബിൾ ഇഷ്യൂസൊക്കെ വരുന്ന ട്രാജഡീസ് സെക്കൻഡ് റാങ്ക് ആണ് അരിസ്റ്റോട്ടിൽ കൊടുക്കുന്നത്. കാരണം ആ ഒരു ട്രൂ ട്രാജിക് പ്ലഷർ അതിനകത്ത് വരില്ല എന്നാണ് ആൾ പറയുന്നത്. ചാപ്റ്റർ 14 പറയണത് ട്രാജിക് ഇമോഷൻസ് ഓഫ് പിറ്റി ആൻഡ് ഫിയർ ഷുഡ് സ്പ്രിങ് ഔട്ട് ഓഫ് ദ പ്ലോട്ട് ഇറ്റ് സെൽഫ്. അതിൽ പറയുന്നത് ഇപ്പോൾ നമുക്ക് സ്പെക്ടാക്കുലർ ആയിട്ടുള്ള എഫക്ട്സും മ്യൂസിക്കും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഫിയറും പിറ്റിയും പ്രൊഡ്യൂസ് ചെയ്യാം. പക്ഷെ അത് ആ പ്ലോട്ടിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ, പ്ലോട്ടിൻ്റെ സ്ട്രക്ചർ ഇൻസിഡൻസിൽ നിന്ന് തന്നെ പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴാണ് അതിൻ്റെ ഒരു ഭംഗി. പിന്നെ ഇത് നടക്കുക, അതായത് ഈ പിറ്റിയും ഫിയറൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആക്ഷൻസ് നടക്കേണ്ടത് ഒന്നില്ലെങ്കിൽ ഫ്രണ്ട്സ് ആയിട്ടുള്ള ആൾക്കാർ, അല്ലെങ്കിൽ എനിമീസ് ആയിട്ടുള്ള ആൾക്കാർ, അല്ലെങ്കിൽ പ്രത്യേകിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കുഴപ്പമൊന്നുമില്ലാത്ത ആൾക്കാർ, ഇവരുടെ ഇടയിലായിരിക്കണം ഇത് മുഴുവൻ നടക്കേണ്ടത്. പിന്നെ ആക്ഷൻസ് നടക്കുന്നത് ചിലപ്പോൾ ആൾക്കാർ അറിഞ്ഞുകൊണ്ട് ഓരോന്ന് ചെയ്യുന്നതായിരിക്കാം, അല്ലെങ്കിൽ അറിയാണ്ട് ഓരോന്ന് സംഭവിച്ച് പിന്നീട് മനസ്സിലാക്കുകയാണ് ഇങ്ങനെയൊക്കെ ആയിരുന്നു കാര്യങ്ങൾ, അങ്ങനെ ആയിരിക്കാം. അല്ലെങ്കിൽ ആക്ട് ചെയ്യാൻ വേണ്ടി പോയിട്ട് അറിഞ്ഞുകൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പോയിട്ട് പിന്നെ അത് വേണ്ടാന്ന് വിചാരിക്കുന്നത്, ഇങ്ങനെയൊക്കെയാണ് ആക്ഷൻസ് സംഭവിക്കുന്നത്. പല സിനിമയിലും നമ്മൾ കണ്ടിട്ടുള്ള പോലെ. ഈ മൂന്നാമത്തേൽ ഡിസാസ്റ്റർ ഉണ്ടാവില്ല, കാരണം അവരൊന്നും ചെയ്യണില്ലല്ലോ. ഏറ്റവും നല്ലതെന്ന് പറഞ്ഞാൽ അവരറിയാണ്ട് ഓരോന്നും ചെയ്ത് പിന്നീട് ഡിസ്കവറി ഉണ്ടാവുന്നതാണ്. ചാപ്റ്റർ 15 പറയുന്നത് ദ എലമെൻറ്റ് ഓഫ് ക്യാരക്ടർ ഇൻ ട്രാജഡി. അതായത് ഒരു ക്യാരക്ടറിനെ റിലേറ്റ് ചെയ്ത് 4 കാര്യങ്ങളുണ്ട്. ഒന്നാമത്തത് ഇറ്റ് ഷുഡ് ബി ഗുഡ്, അതായത് ക്യാരക്ടർ പറയുന്ന എന്തെങ്കിലും സ്പീച്ചും അല്ലെങ്കിൽ ചെയ്യുന്ന ആക്ഷനൊക്കെ ഒരു മോറൽ പർപ്പസ് ഉള്ളതായിരിക്കണം. പിന്നെ രണ്ടാമത്തത് പ്രൊപ്പറേറ്റി, അതായത് ഇപ്പോൾ നമ്മൾ ട്രഡീഷണൽ അല്ലെങ്കിൽ കൺവെൻഷനലായിട്ട് പറയല്ലോ, ഒരാൾ ഇങ്ങനെയൊക്കെയാണ്, ഒരു കാര്യത്തിന് ഇന്ന ക്യാരക്ടേഴ്സൊക്കെ ഉണ്ട്. അതായത് ഇപ്പോൾ ഒരു കറേജ് എന്നുള്ള സംഭവം അല്ലെങ്കിൽ ബ്രേവറി എന്നുള്ളതൊക്കെ നമ്മൾ റിലേറ്റ് ചെയ്യുന്നത് മാനായിട്ടാണ്. വുമണിലത് ഇൻഅപ്രോപ്രിയേറ്റ് ആണെന്നാണ് പറയപ്പെടുന്നത്, അങ്ങനെയാണല്ലോ. അപ്പോൾ അതായത് എന്താണോ അതിന് ചോദിച്ചത് അതിന് കൊടുക്കണം എന്നുള്ള ഒരു പ്രൊപ്പറേറ്റി മെയിൻറ്റെയിൻ ചെയ്യണം ക്യാരക്ടറിൽ. പിന്നെ തേർഡ്ലി ക്യാരക്ടർ മസ്റ്റ് ബി ട്രൂ ടു ലൈഫ്. ഫോർത്തിലി ക്യാരക്ടർ ഷുഡ് ബി കൺസിസ്റ്റൻറ്റ്. പിന്നെ നേരത്തെ പറഞ്ഞ സംഭവം തന്നെ പ്ലോട്ടിൻ്റെ സ്ട്രക്ചറിൽ പോയിട്ട് പ്രോബബിൾ അല്ലെങ്കിൽ നെസസിറ്റി അതായത് എന്താണോ സംഭവിക്കാൻ സാധ്യതയുള്ളത് ഫ്യൂച്ചറിൽ, അതായിരിക്കണം എയിം ചെയ്യേണ്ടത്. ക്യാരക്ടർ അതിനനുസരിച്ച് പെരുമാറണം അല്ലെങ്കിൽ സംസാരിക്കണം. പിന്നെ ചാപ്റ്റർ 16 പറയണത് റെക്കഗ്നിഷൻ ഇറ്റ്സ് വാരിയസ് കൈൻഡ്സ്. അതായത് റെക്കഗ്നിഷൻ എത്ര ടൈപ്പ് ഉണ്ട്. അതായത് റെക്കഗ്നിഷൻ ഓഫ് സൈൻസ് SIGNS. പിന്നെ റെക്കഗ്നിഷൻ ഇൻവെൻറ്റഡ് അറ്റ് വിൽ ബൈ ദ പോയറ്റ്. റെക്കഗ്നിഷൻ ഡിപ്പെൻഡിങ് ഓൺ മെമ്മറി വെൻ ദ സൈറ്റ് ഓഫ് സം ഒബ്ജക്റ്റ് awakens എ ഫീലിംഗ് ബൈ ദ പ്രോസസ് ഓഫ് റീസണിങ്. ഇതിനകത്ത് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത് വിച്ച് അറൈസസ് ഫ്രം ദ ഇൻസിഡൻസ് ദംസെൽസ്. അതായത് റെക്കഗ്നിഷൻ എങ്ങനെയാണ് ഉണ്ടാകുന്നത്, ഒന്ന് എന്തെങ്കിലും സൈൻ ഉപയോഗിച്ചിട്ട്, പിന്നെ ഈ പോയറ്റ്
കൊണ്ടുവരുന്നത്. പിന്നെ എന്തെങ്കിലും മെമ്മറീനെ ഡിപ്പെൻഡ് ചെയ്ത്, അതായത് ഇപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം കാണുമ്പോൾ പണ്ടത്തെ എന്തൊക്കെയോ ഓർമ്മ വരുന്നത്, അങ്ങനത്തെ സംഭവം. പിന്നെ ബൈ ദ പ്രോസസ് ഓഫ് റീസണിങ്, അത് ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും റിവേഴ്സൽ ഓഫ് സിറ്റുവേഷൻ ഉണ്ടാകുന്ന സമയത്ത് ഇന്ന കാര്യം റെക്കഗ്നൈസ് ചെയ്യുന്ന ആ ഒരു ഇന്ന കാരണം കൊണ്ട് ഇങ്ങനെ ഉണ്ടായി എന്ന് പറയുന്ന സംഭവം. ഇതിൽ ഏറ്റവും നല്ലതെന്ന് പറയുന്നത് ഈ ഇൻസിഡൻസിൽ നിന്ന് സ്വയം ഉണ്ടാവുന്ന ആ ടൈപ്പ് ഓഫ് റെക്കഗ്നീഷൻ ആണെന്നാണ് പറയുന്നത്. പിന്നെ ചാപ്റ്റർ 17 പറയുന്നത് പ്രാക്ടിക്കൽ റൂൾസ് ഫോർ ദ ട്രാജിക് പോയറ്റ്. അതായത് ഒരു പ്രോപ്പർ ട്രാജിക് പ്ലോട്ട് വർക്ക് ചെയ്യണമെങ്കിൽ ഈ പോയറ്റ് എത്രമാത്രം കോംപ്ലക്സ് പ്ലാനാണോ ആ മൊത്തം സീൻ അയാളെ മുന്നിൽ അയാൾ ഇമാജിൻ ചെയ്യണം. അല്ലെങ്കിൽ അത് ആളുടെ കൺമുന്നിൽ അത് കണ്ടിട്ട് വേണം ആൾ എഴുതാനായിട്ട്. പിന്നെ ആദ്യം ഒരു ജനറൽ ഔട്ട്ലൈൻ സ്കെച്ച് ചെയ്യുക, പിന്നെ അതിനകത്ത് എപ്പിസോഡ്സ് ഫില്ല് ചെയ്ത് ഡീറ്റെയിൽ ചെയ്യുക. പിന്നെ ഈ ക്യാരക്ടേഴ്സിനൊക്കെ പേര് കൊടുത്തു കഴിഞ്ഞാൽ എപ്പിസോഡ്സ് ഫില്ല് ചെയ്യുക എന്നുള്ളതാണ് അടുത്ത ടാസ്ക്. പിന്നെ ചാപ്റ്റർ 18 പറയുന്നത് ഫർദർ റൂൾസ് ഓഫ് ദ ട്രാജിക് പോയറ്റ് തന്നെയാണ് പറയണത്. എല്ലാ ട്രാജഡിക്കും 2 പാർട്ടുണ്ട്, കോംപ്ലിക്കേഷൻ ആൻഡ് അൺറാവലിംഗ് ഓർ ഡിനോവ്മെൻറ്റ്, DENOUEMENT. കോംപ്ലിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഥയുടെ തുടക്കം തൊട്ട് എവിടെയാണോ ടേണിംഗ് പോയിന്റ് വരുന്നത് ആ ഒരു പോയിന്റ് വരെ. അൺറാവലിംഗ് എന്ന് പറഞ്ഞാൽ ടേണിംഗ് പോയിന്റ് മുതൽ എൻഡ് വരെ, കാര്യങ്ങൾ എങ്ങനെയാണ് പിന്നീട് മാറി അവസാനം ക്ലൈമാക്സിൽ എത്തുന്നവരെ. പിന്നെ 4 കൈൻഡ്സ് ഓഫ് ട്രാജഡി ഉണ്ട്: കോംപ്ലക്സ്, പത്തറ്റിക്, എത്തിക്കൽ, സിമ്പിൾ. കോംപ്ലക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിവേഴ്സൽ സിറ്റുവേഷൻ റെക്കഗ്നിഷൻ ഉണ്ടാവും. പത്തറ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മെയിൻ മോട്ടീവ് പാഷനാണ്, അതായത് നമ്മളിൽ ഓരോ ഇത് ഇൻഡ്യൂസ് ചെയ്യാനായിട്ട്. പിന്നെ എത്തിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോട്ടീവ്സ് എത്തിക്കലാണ്, മോറൽ വാല്യൂസ് കൊടുക്കാൻ വേണ്ടി ഉണ്ടാക്കുന്ന ട്രാജഡി. സിമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റിവേഴ്സൽ ഓഫ് സിറ്റുവേഷൻ റെക്കഗ്നിഷൻ ഒന്നും ഇല്ലാത്തത്. ഇങ്ങനെയാണ് ട്രാജഡീസിൻ്റെ ടൈപ്പ്. പിന്നെ പറയുന്നത് ഈ ട്രാജിക് പോയറ്റ് ഈ കോംപ്ലിക്കേഷൻ്റെയും ഈ അൺട്രാവലിങ്ങിൻ്റെയും ആർട്ട് നല്ലോണം മാസ്റ്റർ ചെയ്തിരിക്കണം. പിന്നെ കോറസ് ഒരു ഇൻ്റഗ്രൽ പാർട്ടായിരിക്കണം. പിന്നെ ചാപ്റ്റർ 19 പറയുന്നത് തോട്ട് ഓർ ദ ഇൻ്റലക്ച്വൽ എലമെൻറ്റ്, പിന്നെ ഡിക്ഷൻ ഇൻ ട്രാജഡി. തോട്ട് എന്ന് പറയുന്നത് അതായത് ഈ സ്പീച്ച് കൊണ്ടുണ്ടാകുന്ന എല്ലാ എഫക്റ്റും അതിനാണ്. അതായത് സ്പീച്ച് നമ്മളിൽ ഉണ്ടാക്കുന്ന എഫക്റ്റ് അല്ലെങ്കിൽ സ്പീച്ച് എന്തിൻ്റെ റിസൾട്ടായിട്ടാണ് വന്നത്, അത് രണ്ടും തോട്ടാണ്. പോയറ്റിൻ്റെ തോട്ടാണല്ലോ സ്പീച്ചിലൂടെ വരുന്നത്. തോട്ടിൻ്റെ സബ് ഡിവിഷൻസ് എന്ന് പറയുന്നത് പ്രൂഫ് ആൻഡ് റെഫ്യൂട്ടേഷൻ. അതെന്ന് പറഞ്ഞാൽ ക്യാരക്ടേഴ്സ് ഏതെങ്കിലും ഒരു കാര്യം പ്രൂവ് ചെയ്യും അല്ലെങ്കിൽ അത് പ്രൂവ് ചെയ്യാണ്ടിരിക്കാൻ ശ്രമിക്കും. ഇപ്പോൾ ചില സിനിമയിൽ ചില കാര്യങ്ങൾ പുറത്ത് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കണമായിരിക്കും, ചിലത് ഹൈഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണമായിരിക്കും. പിന്നത്താണ് എക്സൈറ്റേഷൻ ഓഫ് ദ ഫീലിങ്സ്, അതായത് ഒരുപാട് ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്ത് ആ തോട്ട് മനസ്സിലാക്കിപ്പിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ഇമോഷണലായിട്ടുള്ള സീനൊക്കെ നമ്മൾ കാണുന്ന പോലെ. പിന്നെ സജഷൻ ഓഫ് ഇമ്പോർട്ടൻസ് ഓഫ് എനിത്തിങ് ഓർ ദ ഓപ്പോസിറ്റ്, എക്സാജറേറ്റ് ഓർ ടു ഡിമിനിഷ് ദ ഇമ്പോർട്ടൻസ്. അതായത് എന്തെങ്കിലും ഒരു കാര്യത്തിൻ്റെ ഇമ്പോർട്ടൻസ് നമ്മൾ കൂടുതലായിട്ട് കാണിക്കുക, അല്ലെങ്കിൽ അതിന് അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കണ്ടായിരുന്നു എന്നുള്ള കുറച്ച് കാണിക്കുക. ഇങ്ങനെയൊക്കെയാണ് രീതികൾ തോട്ട് എക്സ്പ്രസ് ചെയ്യാനുള്ളത്. പിന്നെ ചാപ്റ്റർ 20 വലിയ കാര്യമായിട്ടൊന്നും പറയണില്ല. ഈ ഡിക്ഷൻ ലാംഗ്വേജിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ലാംഗ്വേജിൽ ലെറ്റർ, സിലബിൾ, കണക്റ്റിംഗ് വേർഡ്, നൗണ്, വെർബ്, ഇൻഫ്ലക്ഷൻ, സെൻറ്റൻസ്, ഫ്രേസ്, അതൊക്കെയാണ് അതിൻ്റെ പാർട്സ് ആയിട്ട് വരുന്നത്. അതൊക്കെ കറക്റ്റ് രീതിയിൽ ഉപയോഗിക്കണം. പിന്നെ ചാപ്റ്റർ 21 പറയുന്നത് പോയറ്റിക് ഡിക്ഷൻ. അതെന്ന് പറയുന്നത് വേർഡ്സ് പല ടൈപ്പ് ഉണ്ട്. കറണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ജനറലി യൂസ് ചെയ്യുന്ന വേർഡ്സ്. സ്ട്രേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോറിൻ ലാംഗ്വേജസിൽ നിന്ന് അല്ലെങ്കിൽ ഫോറിൻ കൺട്രീസിൽ നിന്നൊക്കെ എടുത്തിട്ടുള്ള വേർഡ്സ്. മെറ്റഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു കാര്യത്തിന് വേറൊരു ഡിഫറെൻറ്റ് വേർഡായിട്ട് കമ്പയർ ചെയ്യണത്. പിന്നെ ഓർണമെൻ്റൽ വേർഡ്സ് ഉണ്ട്. പിന്നെ ന്യൂലി കോയിൻഡ് വേർഡ്സ്, അതായത് പോയറ്റ് തന്നെ ഉണ്ടാക്കുന്ന വേർഡ്സ്. പിന്നെ ലെങ്തൻഡ് വേർഡ്സ്, അത് സാധാ വേർഡിൽ കൂടെ ഒരു സിലബിൾ ഇൻസേർട്ട് ചെയ്യണതാണ്. പിന്നെ ചില വേർഡ്സ് കോൺട്രാക്ട് ചെയ്ത് ഉപയോഗിക്കും, ചില വേർഡ്സ് ആൾട്ടർ ചെയ്ത് ഉപയോഗിക്കും. ഇത്രയാണ് വേർഡ്സ്. പിന്നെ ചാപ്റ്റർ 22 പറയുന്നത് ഹൗ പോയട്രി കമ്പൈൻസ് എലവേഷൻ ഓഫ് ലാംഗ്വേജ് വിത്ത് പെർസ്പിക്വിറ്റി. പെർസ്പിക്വിറ്റി എന്ന് പറഞ്ഞാൽ ക്ലിയർനെസ് എന്നുള്ളൊരു മീനിങ്ങാണ് വരുന്നത്. ഇതിൽ പറയണത് സ്റ്റൈൽ എന്ന് പറയണത് എന്താ, അധികം മീൻ ആവാണ്ട് അത് ക്ലിയർ ആയിട്ട് പറയണം. ഷുഡ് ബി ക്ലിയർ വിത്തൗട്ട് ബീങ് മീൻ. പിന്നെ ക്ലിയറസ്റ്റ് സ്റ്റൈൽ എന്ന് പറയുന്നത് കറൻറ്റ് അല്ലെങ്കിൽ പ്രോപ്പർ വേർഡ്സ് ഉപയോഗിച്ച് പറയുന്ന ആ ഒരു വർക്കായിരിക്കും. പിന്നെ ചാപ്റ്റർ 23 പറയുന്നത് എപ്പിക് പോയട്രീനെ കുറിച്ചിട്ടാണ്. എപ്പിക് പോയട്രിയിൽ പോയറ്റിക് ഇമിറ്റേഷൻ എന്ന് പറയുന്നത് നെറേറ്റീവാണ്. ഒരു സിംഗിൾ മീറ്റർ ആയിരിക്കും. ഡ്രമാറ്റിക് പ്രിൻസിപ്പിൾസ് ഉപയോഗിച്ച് കൺസ്ട്രക്ട് ചെയ്ത പ്ലോട്ടായിരിക്കണം.
പിന്നെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് സിംഗിൾ ആക്ഷൻ ആയിരിക്കണം, ഹോൾ ആയിരിക്കണം, കംപ്ലീറ്റ് ആയിരിക്കണം, ബിഗിനിങ് മിഡിൽ എൻഡൊക്കെ ഉണ്ടാവണം. ചാപ്റ്റർ 24 പറയുന്നത് ഈ എപ്പിക് പോയട്രിയും ട്രാജഡിയും തമ്മിലുള്ള പോയിൻറ്റ്സ് ഓഫ് എഗ്രിമെൻറ്റ്. എപ്പിക് പോയട്രിയിലും ട്രാജഡിയുടെ പോലെ കുറേ കൈൻഡ്സ് ഉണ്ട്, സിമ്പിൾ, കോംപ്ലക്സ്, എത്തിക്കൽ, പാത്തറ്റിക് ഒക്കെ. പിന്നെ പാർട്സും സെയിമാണ്, സോങ്ങും സ്പെക്ടക്കിളും ഇല്ല, ബാക്കി പാർട്സൊക്കെ സെയിമാണ് എപ്പിക് പോയട്രിയുടെയും ട്രാജഡിയുടെയും. പിന്നെ തോട്ട്സും ഡിക്ഷനും ആർട്ടിസ്റ്റിക് ആയിരിക്കണം. പിന്നെ എപ്പിക് പോയട്രി ട്രാജഡിയിൽ നിന്ന് ഡിഫർ ചെയ്യണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മീറ്ററിലാണ് ഡിഫറൻസ് ഇരിക്കുന്നത്. പിന്നെ എപ്പിക് പോയട്രിക്ക് ആ ഒരു ഡയമെൻഷൻ എൻലാർജ് ചെയ്യാനുള്ളൊരു കപ്പാസിറ്റി ഉണ്ട്, ട്രാജഡിക്ക് അതില്ല. പിന്നെ കുറേ ഇവൻറ്റ്സ് ഒരുമിച്ച് പ്രസൻറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ ഇറേഷണൽ പാർട്സിന് എപ്പിക്കിൽ ഒരു സ്കോപ്പ് ഉണ്ട്, പക്ഷെ ട്രാജഡിയിലില്ല. പിന്നെ ചാപ്റ്റർ 25 പറയണത് ക്രിട്ടിക്കൽ ഒബ്ജെക്ഷൻസ് ബ്രോട്ട് അഗെയിൻസ്റ്റ് പോയട്രി ആൻഡ് ദ പ്രിൻസിപ്പിൾസ് ഓൺ വിച്ച് ദേ ആർ ടു ബി ആൻസേർഡ്. പോയട്രിക്കെതിരെ കുറേ ചാർജസ് വന്നത് അരിസ്റ്റോട്ടിൽ എങ്ങനെയാണ് ആൻസർ ചെയ്യുന്നതാണ്. ഇത് പറയുന്നത് പോയറ്റ് 3 ടൈപ്പിലാണ് ഇമിറ്റേറ്റ് ചെയ്യേണ്ടത്. കാര്യങ്ങൾ എങ്ങനെയാണോ അങ്ങനെ, അല്ലെങ്കിൽ കാര്യങ്ങൾ എങ്ങനെയായിരുന്നു അല്ലെങ്കിൽ ഇപ്പം എങ്ങനെയാണോ അതുപോലെ തന്നെ ഇമിറ്റേറ്റ് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പറയുമല്ലോ ഇന്ന കാര്യങ്ങൾ ഇങ്ങനെ ആയിരിക്കണം, അങ്ങനെ നമ്മളുടെ ഇതിൽ കാര്യങ്ങൾ എങ്ങനെയാണ് അതുപോലെ ഇമിറ്റേറ്റ് ചെയ്യണം. പിന്നെ കാര്യങ്ങൾ ശരിക്കും എങ്ങനെയായിരിക്കണം, നമ്മൾ പറയുന്നല്ലാതെ കാര്യങ്ങൾ എങ്ങനെയായിരിക്കണം എന്നുള്ളത് ഇമിറ്റേറ്റ് ചെയ്യുക. ഇങ്ങനെ 3 ടൈപ്പിൽ, അതായത് തിങ്സ് ആസ് ദേ വേർ ഓർ ആർ, തിങ്സ് ആസ് ദേ ആർ സെഡ് ഓർ തോട്ട് ടു ബി, തിങ്സ് ആസ് ദേ ഓട്ട് ടു ബി. ഇങ്ങനെ 3 ടൈപ്പിലാണ് ഇമിറ്റേറ്റ് ചെയ്യേണ്ടത്. പിന്നെ പറയണത് ഇപ്പം നമ്മൾ ഇറേഷണൽ എന്ന് പറയുന്ന കൺസെപ്റ്റൊക്കെ ഒരിക്കൽ റേഷണൽ ആയിരുന്നു. ഇപ്പോൾ പോയറ്റിന് അതൊക്കെ യൂസ് ചെയ്യാനുള്ള അല്ലെങ്കിൽ പ്രസൻറ്റ് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. പിന്നെ പറയുന്നത് നമ്മളിപ്പോൾ ഒരു കാര്യം നോക്കിയിട്ട് അത് പോയറ്റിക്കലി ഗുഡാണോ ബാഡാണോ എന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല. കാര്യം കേൾക്കുമ്പോഴത്തേനും അങ്ങനെ ചോദിക്കേണ്ട ആവശ്യമില്ല. കാരണം അത് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട കുറേ ഫാക്ടേഴ്സ് ഉണ്ട്. അതായത് ആരാണ് പറഞ്ഞത്, ആരോടാണ് പറഞ്ഞത്, എപ്പോഴാണ് പറഞ്ഞത്, എങ്ങനെയാണ് പറഞ്ഞത്, എന്തിനു വേണ്ടിയിട്ടാണ് പറഞ്ഞത്, അങ്ങനെ ഒരുപാട് ഫാക്ടേഴ്സ് നോക്കിയിട്ടായിരിക്കണം അത് നല്ല കാര്യമാണോ പൊട്ട കാര്യമാണോ എന്ന് തീരുമാനിക്കുന്നത്. ചിലപ്പോൾ പറയണത് ഒരു തെറ്റായ കാര്യമാണെങ്കിലും അത് ഒരു നല്ല കാര്യം സംഭവിക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഒരു ചീത്ത കാര്യം മാറ്റിക്കളയാൻ വേണ്ടിയിട്ടൊക്കെ പറയണതായിരിക്കും. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് വേണം അതൊക്കെ പറയാനായിട്ട്. പിന്നെ പറയുന്നത് പോയറ്റിക് വേർഡ്സ് യൂസ് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. അതിപ്പോൾ കറക്റ്റ് അല്ലെങ്കിൽ കൂടിയും അത് യൂസ് ചെയ്യാനുള്ള റൈറ്റ് പോയറ്റിനുണ്ട്. അത് റീഡേഴ്സിന് ആപ്റ്റ് ആയിരിക്കണം എന്നില്ല, പക്ഷെ അതിനുള്ള റൈറ്റ് ഉണ്ടെന്നാണ് പറയുന്നത്. പിന്നെ നമ്മൾക്ക് തെറ്റെന്ന് തോന്നുന്ന കാര്യങ്ങൾ നമ്മളെടുത്ത രീതിയിൽ തന്നെയാണോ അവിടെ പറഞ്ഞു വെച്ചേക്കുന്നത്, അതേ സെയിം സെൻസിൽ തന്നെയാണോ എന്നൊക്കെ ചെക്ക് ചെയ്തിട്ട് വേണം പറയണമെങ്കിൽ. പിന്നെ ലാസ്റ്റ് ചാപ്റ്റർ 26 പറയണത് എ ജനറൽ എസ്റ്റിമേറ്റ് ഓഫ് ദ കമ്പാരിറ്റീവ് വെർത്ത് ഓഫ് എപ്പിക് പോയട്രി ആൻഡ് ട്രാജഡി. ഇതിൽ പറയണത് ട്രാജഡിയാണ് എപ്പിക് പോയട്രിനേലും സുപ്പീരിയർ എന്ന് പറയുന്നത്. ട്രാജഡിക്ക് എല്ലാ എപ്പിക് എലമെൻസും ഉണ്ട്. പിന്നെ പറയുന്നത് ട്രാജഡിക്ക് ഒരു വിവിഡ്നെസ് ഓഫ് ഇംപ്രഷൻ ഉണ്ട്. അത് വായിക്കുമ്പോഴായാലും റെപ്രസെൻ്റ് ചെയ്യുമ്പോഴായാലും അതിന് ഒരു ഇംപ്രഷൻ ഉണ്ട്. എപ്പിക് ഇമിറ്റേഷൻ അത്ര യൂണിറ്റി ഇല്ല, ട്രാജഡിയുടെ അത്ര യൂണിറ്റി ഇല്ല എന്നാണ് പറയുന്നത്. പിന്നെ ട്രാജഡിയാണ് കുറച്ചും കൂടെ പ്രോപ്പർ പ്ലഷർ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ആ ഉദ്ദേശിച്ച പിറ്റി ആൻഡ് ഫിയറൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് അതൊരു ഹയർ ആർട്ടാണ്. ഇത്രയും കാര്യങ്ങളാണ് അരിസ്റ്റോട്ടിൽ പോയറ്റിക്സിലൂടെ പറയണത്.